പാരമ്പര്യമാണ്. അതായത് നമ്മുടെ ബ്ലഡ് റിലേഷനിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും അമ്മയുടെ സൈഡിൽ നിന്നോ അച്ഛന്റെ സൈഡിൽ നിന്നോ സ്ത്രീകളുടെ ആർക്കെങ്കിലും ഫൈബ്രോയിഡ്സ് ഉണ്ട് എങ്കിൽ നമുക്കും ഫൈബ്രോയിഡ്സ് വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. നമ്മൾ ജനറ്റിക് ഫാക്ടർ എന്ന് പറയും. പിന്നെ കോമൺ ആയിട്ട് ഫൈബ്രോയിഡ്സ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കൂടുതലുള്ളവരിലാണ്. നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എന്ന് പറയുമല്ലോ. BMI ഒത്തിരി ഹൈ ആയിട്ടുള്ളവരിൽ പൊതുവെ ഹോർമോൺസും കൂടുതലാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്രധാനമായിട്ട് ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് അവരിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഫൈബ്രോയിഡ്സും കോമൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആഹാര കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും റെഡ് മീറ്റ്, നമ്മള് മട്ടൺ, ബീഫ്, അതൊക്കെയാണ് നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളിൽ കഴിക്കുന്നവരിൽ കൂടുതലായിട്ട് ഈ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് കുറവുള്ളവരിൽ, അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ഉള്ളവരാണ്, ഇരുന്ന് തന്നെയുള്ള ജോലിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുവേ ഇതുപോലെ ഫൈബ്രോയിഡ്സ് കോമൺ ആയിട്ട് കാണാറുണ്ട്.